ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അന്ന് ഈ പിറവത്ത് ഞാൻ പഠിക്കുന്നത് നിർമ്മലയിൽ മോക്ഷയിലാണ്. അന്ന് ഈ പിറവത്ത് പവിത്രം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ ലാൽ സാറിൻ്റെ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്നിങ്ങനെ ഇവിടെ വന്ന് അന്ന് അവിടെ വെച്ച് അതാണ് ഞാൻ ലാൽ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഡിറ്റക്റ്റീവ് ഒക്കെ പറഞ്ഞ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി സിനിമയിലേക്കൊക്കെ വന്നപ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തുമായിട്ടൊന്ന് ഒരു പടം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പലതവണ ഡിറ്റക്റ്റീവിൻ്റെ ഇതിൻ്റെയൊക്കെ കഥകൾ പറയാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അന്നതൊക്കെ പരാജയപ്പെട്ടു പോയത്. പിന്നെ ഒരു നിമിത്തം പോലെ ദൃശ്യത്തിൻ്റെ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ആൻ്റണിയോട് കഥ പറഞ്ഞു. ആൻ്റണി അവിടുന്ന് ലാൽ സാറിനെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മോഹൻലാൽ സിനിമയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുറത്തൊക്കെ മലയാളത്തിന് പുറത്തൊക്കെ പോയി വേറെ സിനിമകൾ ചെയ്യുമ്പോഴാണ് നമുക്കപ്പോഴാണ് ലാലേട്ടൻ്റെ ഇതറിയുന്നത്. കാരണം ഓരോരുത്തർ അഭിനയിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കുന്നതാണ്. പുള്ളിയൊക്കെ ഒരു പ്രിപ്പറേഷനും ഇല്ല. പുള്ളി വന്നു, സീൻ നോക്കി ഇത് ചെയ്തു, സ്റ്റാർട്ട് അങ്ങ് അഭിനയിച്ചു. അതൊരു ഗോഡ് ഗിഫ്റ്റാണ്. അത് നമ്മൾ ദൈവം നീ അതാകാൻ നീ ഇതാകുന്നൊക്കെ പറയും. പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം നീ നടനായാൽ മതി എന്ന് പറഞ്ഞു വിട്ട പോലെയുണ്ട്.